തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ മുന്നണികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സംസ്ഥാനത്ത് ഭരണമുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ സീറ്റ് വിഭജനത്തിലെ തർക്കം UDF-ന് തലവേദനയാകുന്നുണ്ട്. കോർപ്പറേഷൻ ഒഴികെ മറ്റെല്ലായിടത്തും വ്യക്തമായ ആധിപത്യം LDF-നാണ്. ജില്ലാ പഞ്ചായത്തിൽ ബിനോയ് കുര്യനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാനാണ് LDF-ന്റെ നീക്കം. കഴിഞ്ഞ തവണ 71 പഞ്ചായത്തുകളിൽ 56 LDF വിജയിച്ചിരുന്നു. ഇക്കുറി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ലക്ഷ്യമിട്ടാണ് BJP-യും ഇറങ്ങുന്നത്. അഭിജിത്ത് മുഴക്കുന്ന കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അഭിജിത്ത് മുഴക്കുന്ന. ചുവപ്പിനെ കുറിച്ചുള്ള ഒരു തർക്കം നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ യൂണിഫോം ചുവപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ചുവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ്, പാഷനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആളുകളെയൊക്കെ ഒന്ന് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഭിജിത്ത്, കണ്ണൂരിൽ ഇക്കുറി കോർപ്പറേഷൻ കൂടി ചുവപ്പിക്കുമോ? എങ്ങനെയാണ് സാധ്യതകൾ? സുജിയ, ഗുഡ് ഈവനിങ്. ചുവപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കണ്ണൂരിന്റെ മണ്ണ് എന്നും ചുവന്നു നിൽക്കുന്ന മണ്ണാണ്. ചെങ്കോട്ടയാണ് കണ്ണൂരെന്ന് നിസ്സംശയം പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ആധിപത്യം ഇടതുപക്ഷത്തിനുണ്ടാകാറുണ്ട്. അതിനൊരു അപവാദമായി നിൽക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം വ്യക്തമായ ആധിപത്യം ഇടതുപക്ഷത്തിന് ലഭിക്കുമ്പോഴും LDF-ന് ലഭിക്കുമ്പോഴും ഭരണം നഷ്ടമാകുന്നത് കോർപ്പറേഷനിലാണ്. ഇത്തവണ LDF ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യവുമിട്ടാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ UDF-ന് ഒരു തലവേദനയാകുന്നത് സുജിയ സീറ്റ് വിഭജനത്തിലെ തർക്കമാണ്. ലീഗ് അധിക സീറ്റ് ചോദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് ഇക്കുറി 3 സീറ്റെങ്കിലും അധികം വേണം എന്നുള്ളതാണ് ലീഗിന്റെ ആവശ്യം. 56 സീറ്റുകളാണ് ഇത്തവണ കോർപ്പറേഷനിൽ ഉള്ളത്. അതിൽ 3-4 സീറ്റുകൾ അധികം വേണം എന്നുള്ള ആവശ്യവുമായി ലീഗ് മുന്നോട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അതേസമയം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ ബിനോയ് കുര്യനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചുകൊണ്ട് മത്സരത്തെ നേരിടാനാണ് LDF ഒരുങ്ങുന്നത്. നമുക്കറിയാം ADM നവീൻ ബാബുവിന്റെ മരണം, അതിനു പിന്നാലെ PP ദിവ്യക്കെതിരെ ഉയർന്ന ആരോപണം, ഇതൊക്കെ ഇക്കുറിയും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റ് തദ്ദേശ നില ഒന്ന് ഓടിച്ചു പരിശോധിക്കുകയാണെങ്കിൽ നഗരസഭകളിൽ 9 എണ്ണത്തിൽ 6 LDF-നാണ്, 3 എണ്ണമാണ് UDF-ന്. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 LDF-നുണ്ട്, 1 UDF-ന്. 71 ഗ്രാമപഞ്ചായത്തിൽ 56 LDF ഭരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സുജിയ, കൃത്യമായ ആധിപത്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF-നുണ്ട്. കോർപ്പറേഷനിൽ കൂടി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാനാണ് LDF ഒരുങ്ങുന്നത്. UDF വളരെ ശക്തമായി തന്നെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഉടൻ കടക്കാനാകുമെന്ന പ്രതീക്ഷയിലുമാണ്. വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്.